ഇന്ന് നമുക്ക് ഒരു പാൽ കേക്ക് തയ്യാറാക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പാൽ കേക്കാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പഞ്ചസാരയും മുട്ടയും നല്ലവണ്ണം ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര അലിഞ്ഞ് മുട്ടയിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാലും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പം ഇതിലേക്ക് കുറച്ചുകൂടി മൈദ ചേർക്കണം. അത് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം, ഒന്നിച്ച് ചേർക്കേണ്ട. ആവശ്യത്തിനുള്ള മൈദ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദ കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മൊത്തത്തിൽ 1.25 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർക്കാം. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള മൈദ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മൈദയും പാലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർക്കണം. ഞാനിവിടെ 20 ഗ്രാം ബട്ടർ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബട്ടർ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പേപ്പർ കപ്പ് വെച്ചിട്ട് അതിലാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു പേപ്പർ കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ചെറിയ ചെറിയ പാത്രത്തിൽ ഒഴിക്കുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് ഉൾഭാഗം വെന്ത് വരാം. ഒന്നിച്ച് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഈ ഒരു ബാറ്റർ മുഴുവനും ഒന്നിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം ഇതേപോലെ പേപ്പർ കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മാവ് സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റീൽ പാത്രം എടുക്കുമ്പം ആദ്യം സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. അതിനുശേഷം മാവ് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളടുത്ത് ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ആവിയിൽ വേവിച്ച പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.